നമ്മളിനി ഗസയിലേക്കാണ്. ഗസ യുദ്ധവിരാമത്തിലെ ആദ്യഘട്ടത്തിലെ ബന്ദിമോചനത്തിന് പിന്നാലെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച നടക്കാനിരിക്കെ സമാധാനം എത്ര കണ്ട് മുന്നോട്ടുണ്ടാകും എന്ന ആശങ്ക ഉയരുന്നുണ്ട്. അതിന് കാരണമായത് സമാധാന ശ്രമങ്ങൾക്കിടയിലും ഇസ്രായേൽ ഗസയിൽ നടത്തിയ കൂട്ടക്കൊലയാണ്. സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ ശ്രമിച്ച 5 ഫലസ്തീനികളെയാണ് ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നത്. എന്നാൽ ഗസയ്ക്കുള്ളിൽ ഇസ്രായേൽ വരച്ച പിൻവാങ്ങൽ അതിർത്തി കടന്നു വന്നവരെയാണ് വധിച്ചതെന്നാണ് ഇസ്രായേലിന്റെ വാദം. രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് കടക്കുകയാണ്. അതിൽ എന്തൊക്കെ വ്യവസ്ഥകൾ ഉണ്ടാകും, എന്തൊക്കെ തീരുമാനങ്ങൾ കൈക്കൊള്ളും എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. MCA നാസർ ചേരുകയാണ്. MCA, ഇസ്രായേലിന്റെ ആക്രമണത്തിന് പിന്നാലെ തന്നെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടോ ഇപ്പോൾ ഗസയിൽ? ദിവ്യ, തീർച്ചയായിട്ടും ആ അനിശ്ചിതത്വം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ രൂപപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ വിവിധ സംഭവങ്ങളിലായിട്ട് 9 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടാണ് ഏറ്റവും അവസാനം നമുക്ക് ലഭ്യമാവുന്നത്. കാൻ യൂനിസിലാണ് 6 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മറ്റ് ഗസയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് 3 പേർ കൂടി കൊല്ലപ്പെട്ടു. അങ്ങനെ 9 പേർ കൊല്ലപ്പെട്ടു ഇന്ന് മാത്രം. അതോടൊപ്പം തന്നെ 44 മൃതദേഹങ്ങൾ ഇതുൾപ്പെടെ ഇന്ന് കണ്ടെടുത്തതായിട്ടും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതായത് വിവിധ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ നിന്നും മറ്റും പല ഘട്ടങ്ങളിലും ഇനിയും ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ ഈ തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ഈ വെടിനിർത്തൽ എത്ര കാലം മുന്നോട്ട് പോകും എന്ന് സംബന്ധിച്ച ഒരു ആശങ്കയാണ്. അതോടൊപ്പം തന്നെയാണ് ഇന്നലെ 20 ജീവനോടെയുള്ള ബന്ദികളെ കൈമാറി. അതോടൊപ്പം തന്നെ 28 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി തങ്ങൾക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അതിൽ വെറും 4 മൃതദേഹങ്ങൾ മാത്രമാണ് ഹമാസ് കൈമാറിയിരിക്കുന്നത്. ബാക്കി വരും ദിവസങ്ങളിൽ കൈമാറുമെന്നാണ് ധാരണയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ രാത്രി ഒരു പക്ഷേ കൂടുതൽ മൃതദേഹങ്ങൾ കൈമാറിയേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. വല്ല നിലയ്ക്കും ഈ മൃതദേഹങ്ങൾ കൈമാറുന്നതിൽ ഹമാസ് വീഴ്ച വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന ഒരു മുന്നറിയിപ്പാണ് സൈനിക നേതൃത്വവും പ്രതിരോധ മന്ത്രാലയവും അല്പം മുമ്പ് നൽകിയിരിക്കുന്നത്. ബന്ദികളുടെ ബന്ധുക്കളും ഇതുമായി ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പ് ഹമാസിന് നൽകിയിട്ടുണ്ട്. കാരണം ഈ വെടിനിർത്തൽ ശാശ്വതമായിട്ടുള്ള അവസ്ഥയിൽ മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാ ബന്ദികളുടെയും മൃതദേഹങ്ങൾ കൈമാറണമെന്നതാണ്. പക്ഷേ ഇതിന് പ്രായോഗികമായിട്ടുള്ള ഒട്ടേറെ തടസ്സങ്ങളുണ്ട്. കാരണം പല ഭാഗങ്ങളിലായിട്ടാണ് ഈ മൃതദേഹങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൈമാറാനെടുക്കുന്ന പ്രായോഗികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമാണ്. മൃതദേഹങ്ങൾ എന്തായാലും ധാരണപ്രകാരം തങ്ങൾ നൽകിയിരിക്കുന്ന ഉറപ്പ് പാലിക്കുമെന്നാണ് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഈ 2 കാര്യങ്ങളാണ്. ചർച്ച സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് കെയ്റോയിൽ ചേർന്ന സമാധാന ഉച്ചകോടിയിൽ ധാരണയായിരിക്കുന്നത്. ഖത്തറും ഈജിപ്തും തുർക്കിയും ഇതുമായി ബന്ധപ്പെട്ട് ഹമാസ് നേതാക്കളുമായിട്ട് പ്രാഥമികമായിട്ടുള്ള ചർച്ച പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ വെടിനിർത്തൽ ഏതെങ്കിലും അർത്ഥത്തിൽ വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം വരും. പക്ഷേ ഇന്ന് ഇപ്പോൾ UN ഏജൻസികൾ പോലും വ്യക്തമാക്കുന്നത് ഗസയിലേക്ക് കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും മറ്റു ഉപകരണങ്ങളും എത്തിക്കാനുള്ള നീക്കം പോലും വലിയ തോതിൽ ഇസ്രായേൽ ഇടപെട്ട് തടയുന്നുണ്ടെന്നാണ്. കാരണം കരാർ പ്രകാരം യാതൊരു വിലക്കുമില്ലാതെ ഉദാരമായിട്ട് ഭക്ഷ്യവസ്തുക്കളും അതോടൊപ്പം തന്നെ മരുന്നും വെള്ളവും എല്ലാം എത്തിക്കാനുള്ള ഒരു വ്യവസ്ഥയാണ് കരാറിലുള്ളത്. പക്ഷേ കരാർ അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു സമീപനം ഇസ്രായേൽ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ 2 കൂട്ടരും പരസ്പരം ഈ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ട്രംപ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭരണകൂടം മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിൽ താൻ തന്നെ മുന്നിൽ നിന്നുകൊണ്ട് ആ പ്രതിസന്ധി തീർക്കും. ഇസ്രായേലിന്റെ കാര്യത്തിൽ ഒരു നിലയ്ക്കും ഇസ്രായേലിൽ നിന്നൊരു പുനരാക്രമണം ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെയും സങ്കീർണമായിട്ടുള്ള ഒരു ഘട്ടമാണ് ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ. ആ ചർച്ചയിലേക്ക് ഇരുപക്ഷത്തെയും പ്രേരിപ്പിക്കണമെങ്കിൽ ഒരുപക്ഷെ ദിവസങ്ങൾ തന്നെ വേണ്ടി വന്നേക്കുമെന്ന സൂചന കൂടിയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ലഭ്യമാക്കി നൽകിക്കൊണ്ടിരിക്കുന്നത്. ദിവ്യ, എന്തായാലും അതാണ് നിലവിൽ ഗസയിലെ അവസ്ഥ. അവിടെ സമാധാനം പുലർന്നതിന് പിന്നാലെ തന്നെ വിവിധയിടങ്ങളിലേക്ക് പലായനം ചെയ്തവർ അവരവരുടെ വീടുകൾ എന്ന് പറയാൻ കഴിയില്ല, കുറെ തകർന്ന കെട്ടിടങ്ങൾ അവശിഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവിടേക്ക് തിരിച്ചെത്തിയതായിരുന്നു. പക്ഷേ അങ്ങനെ വീടുകളിലേക്ക് മടങ്ങിയവർക്ക് നേരെയാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. 5 ഫലസ്തീൻകാർ കൊല്ലപ്പെടുകയും ചെയ്തത്. അതോടുകൂടി ഇനി എന്താകും ഗസയുടെ ഭാവി എന്നത് സംബന്ധിച്ച് വലിയ ആശങ്കകളുണ്ട്. എന്തായാലും രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയിലേക്ക് കടക്കാൻ പോവുകയാണ് എന്നതുകൂടിയുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കരാർ ലംഘനം ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ പ്രതിഷേധത്തിനും വിമർശനത്തിനും ഇടയാക്കും എന്നതിൽ സംശയമില്ല. MCA നാസറാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടുകൂടി ഇന്നത്തെ ന്യൂസ് ഡീകോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.